السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ. എന്തിനാണ് ഈ ജീവിതം? ഈ പള്ളിയിൽ പല പ്രായത്തിലുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. ഈ ജീവിതയാത്രക്കിടയിൽ നമ്മൾ നമ്മളോട് ആവർത്തിച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. എന്തിനാണ് ഈ ജീവിതം? അള്ളാഹു നമ്മളെ വെറുതെ സൃഷ്ടിച്ചയച്ചതല്ല. ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്നും അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ നല്ല അടിമകളായി ജീവിച്ച് സ്വർഗത്തിലെത്തണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നാളെ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റൂല. ഇപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ക്രൂരനായ ധിക്കാരിയായൊരു ഭരണാധികാരിയായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ മോശമായ ഭരണാധികാരികളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. എത്ര മോശക്കാരനായാലും അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫിനൊരു പ്രത്യേകത, അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല. ഭക്ഷണം കഴിക്കണമെങ്കിൽ കൂടെ ആരെങ്കിലും വേണം. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ ഒപ്പം ഇരിക്കാൻ ആളില്ല. അങ്ങനെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അദ്ദേഹം ഒരു അറാബിയായ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവന്നു. അയാളോട് പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, നിങ്ങളിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. അപ്പോൾ ആ അറാബിയായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളെക്കാളും ഉത്തമനായ ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ അയാൾക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ഭക്ഷണം എനിക്ക് വേണ്ട. അപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫിനോടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇന്നെക്കാളും നല്ലവൻ ആരാൻ? അപ്പം അള്ളാഹുവാൻ. ഇന്ന് ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ ഭക്ഷണം എനിക്ക് വേണ്ട. അപ്പം ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞു, നിങ്ങൾ നോമ്പ് മുറിച്ചോളി, നാളെ പകരം നോമ്പെടുത്താൽ മതിയല്ലോ, സുന്നത്ത് നോമ്പാണ്, ആ നോമ്പുകൾ മുറിച്ചോളി. അപ്പോൾ ആ അറാബിയായ ഗ്രാമീണനായ അറബി തിരിച്ചു ചോദിച്ചത്, നാളെ ഞാൻ ജീവിച്ചിരിക്കും എന്ന ഉറപ്പ് എനിക്ക് തരികയാണെങ്കിൽ, നാളെ ഞാൻ ഉണ്ടാകുമെന്ന ഉറപ്പ് നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ ഇന്ന് ഞാൻ നോമ്പ് കുറിച്ചോളാം, പകരം ഞാൻ നാളെ നോമ്പെടുത്തോളാം എന്നാണ്. ഇപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറയുന്നുണ്ട്, അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ലല്ലോ. നാളെ നമ്മൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല. നേരം പുലരാൻ നമ്മൾ കാത്തിരിക്കാൻ പാടില്ല.
ഇന്നെന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുക, ഇന്നലത്തെക്കാളും കൂടുതൽ ഒരു തക്ബീറാണ് ഇന്ന് അധികം ചൊല്ലാൻ കഴിയുക എങ്കിൽ ആ ഒരു തക്ബീർ നമ്മൾ ചൊല്ലുക. ഇന്നലെ ഓതിയതിനേക്കാളും ഒരു ആയത്താണ് നമുക്ക് അധികം ഓതാൻ കഴിയുക എങ്കിൽ ആ ഒരു ആയത്ത് ഓതുക. ഇന്നെന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അള്ളാഹു നന്മകളിൽ മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഫിഖ്ഹ് പഠനത്തിൻ്റെ ദിവസമാണ്. നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം ഉദ്ഹിയ്യത്ത് അറുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട മസ്അലകൾ എന്നതാണ്. എല്ലാ കൊല്ലവും ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ഒരു ഇബാദത്തായതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. അതിൻ്റെ വിധികൾ, അതിൻ്റെ വിലക്കുകൾ, അതിനെ പറ്റിയിട്ട് കൃത്യമായൊരു ധാരണ നമുക്കുണ്ടാകണം. ഈ ഉദ്ഹിയ്യത്ത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇബാദത്താണ്, വലിയൊരു പുണ്യകർമ്മമാണ്. അത് അള്ളാഹുവിന് നമ്മൾ കൊടുക്കുന്ന ശുക്രാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിപ്പിക്കലാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ത്യാഗസമ്പന്നമായ ജീവിതത്തെ ഓർത്തെടുക്കലാണ്. അതൊരു നിസാര സംഗതിയല്ല, ഒരു ചെറിയ വിഷയമല്ല. ഞാൻ 2 ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്ന് 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 34-ാമത്തെ ആയത്താണ്. അവിടെ അള്ളാഹു പറയുകയാണ്, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക. എല്ലാ ഉമ്മത്തിങ്ങൾക്കും, എല്ലാ സമുദായങ്ങൾക്കും നാം പ്രത്യേക ഇബാദത്തുകൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബലികർമ്മമാണ്. എന്തിനാണത്? ലിയദ്കുറു സ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അള്ളാഹു അവർക്ക് ഉപജീവനമായി നൽകിയ കന്നുകാലികളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അറുത്ത്, അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് അറുത്ത് അള്ളാഹുവിന് നന്ദി കാണിക്കാൻ വേണ്ടിയാണ് അത് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. 2-ാമത്തെ ഒരു ആയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. നീ നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക. വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ ബലി അറുക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ നിസ്കാരത്തിൻ്റെ കൂടെയാണ് അള്ളാഹു ബലികർമ്മത്തെ ചേർത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന എന്ന് പറഞ്ഞാൽ അത് നമ്മളോട് കൂടിയുള്ള കൽപ്പനയാണ്. അപ്പോൾ കഴിയുന്ന ആരും ഉദ്ഹിയ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പാടില്ല. ഒരാൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, ഉദ്ഹിയ്യത്ത് അറുക്കാൻ കഴിയുമെങ്കിൽ അയാൾ ആ ബലികർമ്മത്തിൽ പങ്കാളിയാവുകയാണ് വേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ പറയുന്നുണ്ട്, മൻ കാന ലഹു സഅത്തുൻ വലം യുദഹി ഫലാ യഖറബന്ന മുസല്ലാന. ഒരാൾക്ക് അറുക്കാനുള്ള കഴിവുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, കയ്യിൽ പൈസ ഉണ്ട്, എന്നാൽ അയാൾ ഉദ്ഹിയ്യത്ത് അറുത്തിട്ടില്ല. ഫലാ യഖറബന്ന മുസല്ലാന, ഓൻ ഞങ്ങളുടെ മുസല്ലയിലേക്ക് വരണ്ടെന്നാണ്. ഈദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ ഈദ് മുസല്ലയിലേക്ക് വരേണ്ടതില്ല. അത്ര കർക്കശമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അത് അയാളുടെ പിശുക്കിനുള്ള ഒരു താക്കീതാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. കഴിവുണ്ടായിട്ടും അർക്കാത്ത ഒരാൾ പെരുന്നാൾ നിസ്കരിക്കാൻ ഞങ്ങളുടെ മുസല്ലയിലേക്ക് വരേണ്ട എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഉദ്ഹിയ്യത്ത് എന്നുള്ളത് നിർബന്ധമായ ഒരു സംഗതിയാണോ? എന്താണ് ഉദ്ഹിയ്യത്തിൻ്റെ വിധി? അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹു തആലയുടെ ഒരു അഭിപ്രായത്തിൽ ഉദ്ഹിയ്യത്ത് കർമ്മം നിർബന്ധമാണ്. അറുത്തിട്ടില്ല എങ്കിൽ, കഴിവുണ്ടായിട്ടും ഒരാൾ അറുത്തിട്ടില്ല എങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ ഉദ്ഹിയ്യത്ത് കർമ്മം എന്നത് സുന്നത്തുൻ മുവക്കദയാണ്, ശക്തവും പ്രബലവുമായ സുന്നത്താണ്. അപ്പം ശക്തവും പ്രബലവുമായ സുന്നത്ത് എന്ന് പറയുമ്പോൾ ഒരാൾ അറുത്തിട്ടില്ല എങ്കിൽ അയാൾ കുറ്റക്കാരനാവുകയില്ല, അയാൾ അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് അർഹനാവുകയില്ല. എന്നാലും കഴിയുമെങ്കിൽ നമ്മൾ അറുക്കാതിരിക്കാൻ പാടില്ല, അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാടില്ല. കാരണം കടം വാങ്ങിയിട്ട് വരെ ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരാൾക്ക് കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഇല്ല, എന്നാൽ അയാൾ ശമ്പളക്കാരനാണ്, ജോലിക്കാരനാണ്, കച്ചവടക്കാരനാണ്. കുറച്ച് കഴിഞ്ഞാൽ ശമ്പളം കിട്ടും, അല്ലെങ്കിൽ ഒരു കുറി അതിൻ്റെ പൈസ വരാനുണ്ട്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് ആ കടം വീട്ടാൻ പറ്റും. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ
അയാൾ കടം വാങ്ങിയിട്ട് ഉദഹിയത്ത് അറുക്കണം എന്നാണ്. അത് നല്ല കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ട സംഗതിയാണ്. കടം വീട്ടാൻ കഴിയുന്ന ഒരാൾ ഉദഹിയത്ത് അറുക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങുന്നതിനെ പറ്റി പറയുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫഹസനുൻ, അത് നല്ല കാര്യമാണ്. അതാ നിർബന്ധമായൊരു സംഗതിയല്ല. ഒരാളുടെ കയ്യിൽ ക്യാഷ് ഇല്ല എങ്കിൽ അയാൾ നിർബന്ധമായിട്ടും കടം വാങ്ങിയിട്ട് ഉദഹിയത്ത് അറുക്കണം എന്നല്ല. ഇനി കടം വീട്ടാൻ കഴിയാത്തവൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കടം വാങ്ങിയിട്ട് ഉദഹിയത്ത് അറുക്കേണ്ട ആവശ്യവും ഇല്ല. ഒരാളൊരു നിത്യരോഗിയാണ്, മൂപ്പർക്ക് ആവശ്യത്തിനുള്ള ചെലവിനുള്ള തുക തന്നെ മൂപ്പരെ കയ്യിലില്ല, മൂപ്പര് ജോലിക്ക് പോകുന്നില്ല, വീട്ടിൽ മക്കളാരുമില്ല, ചെലവ് നടത്താൻ ആളില്ല, മൂപ്പര് വേറെ അപ്പുറത്തുനിന്ന് കടം വാങ്ങിയിട്ട് ഉദഹിയത്ത് അറുക്കേണ്ട കാര്യം ഇല്ല. എന്നാൽ ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രബലമായ ശക്തമായ സുന്നത്താണ്. കാരണം കടം വാങ്ങിയിട്ട് വരെ ഒരാൾ ഉദഹിയത്ത് അറുക്കുന്നത് നല്ല കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഇബാദത്തിൻ്റെ സ്ഥാനം എത്രയാണ്, അതിൻ്റെ ശ്രേഷ്ഠത എത്രയാണ്, ഫളിൽ എത്രയാണ് എന്ന് നമ്മൾ ശരിക്ക് ആലോചിക്കുക. ദുൽഹിജ്ജ മാസത്തിൽ അള്ളാഹു ഈ ഉമ്മത്തിന് നൽകി ഏറ്റവും നല്ല സമ്മാനങ്ങളിൽ ഒന്നാണ് ഉദഹിയത്ത്. ഇനി എല്ലാ ദുൽഹിജ്ജയുടെ സമയത്തും ഈ ബലി അറുക്കുന്ന സമയം അടുക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു സംസാരമാണ്, ഈ ഉദഹിയത്ത് അറുക്കുന്നതിന് പകരം ആ പൈസ ആർക്കെങ്കിലും സ്വതക്ക കൊടുത്താൽ പോരെ. എത്രയോ പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്, രോഗികളുണ്ട്, കടം കൊണ്ട് എടങ്ങറായി നിൽക്കുന്ന ആൾക്കാരുണ്ട്, കുറേ പാവപ്പെട്ട പെൺകുട്ടികളുണ്ട്, കല്യാണം ഒക്കെ പൈസ ഇല്ലാത്തതുകൊണ്ട് നടക്കാത്തത്. അപ്പോൾ അവരൊക്കെ സഹായിക്കുന്നതല്ലേ ഇങ്ങനെ ഉദഹിയത്ത് അറുക്കുന്നതിനേക്കാളും നല്ലത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ആ നിലപാട് ശരിയല്ല. ഈ ഉദഹിയത്ത് എന്നത് അത് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളിൽ ഒന്നാണ്, ഇസ്ലാമിൻ്റെ ഷിആറാണ്. ഇപ്പോൾ ഒരാടിന് ഉദഹിയത്ത് അറുക്കാൻ 15,000 രൂപയാണെന്ന് വിചാരിക്കുക. ആ 15,000 രൂപ ഒരാൾ സ്വതക്കയായിട്ട് കൊടുത്താൽ, ദുൽഹിജ്ജയിൽ ഉദഹിയത്ത് അറുക്കാതെ ഒരു 15,000 രൂപ സ്വതക്കയായിട്ട് കൊടുത്താൽ അത് ഉദഹിയത്തിന് പകരാവില്ല. ഇനി 30,000 രൂപ സ്വതക്ക കൊടുത്താലും അത് ഉദഹിയത്ത് എന്ന ആ ശ്രേഷ്ഠമായ കർമ്മത്തിന് ഒരിക്കലും പകരമാവുകയില്ല. കാരണം ഇത് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളിൽ ഒന്നാണ്. അള്ളാഹു പറഞ്ഞല്ലോ, വമൻ യുഅദ്ദിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഒരാൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ ആദരിക്കുന്നുവെങ്കിൽ, ബഹുമാനിക്കുന്നുവെങ്കിൽ അതാ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള തഖ്വയാണ്. വമൻ യുഅദ്ദിം ഹുറുമാത്തില്ലാഹ് ഫഹുവ ഖൈറുൻ ലഹ്. ആരെങ്കിലും അള്ളാഹു പവിത്രമാക്കിയ വസ്തുക്കളെ ആദരിക്കുന്നുവെങ്കിൽ, അതിൽപ്പെട്ടതാണ് ഉദഹിയത്തൊക്കെ, അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ ആ മനുഷ്യന് വലിയ ഗുണമുണ്ട് എന്നാണ് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും സ്വതക്കക്ക് അർഹരായ ആളുകളുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദഹിയത്ത് അറുക്കാതെ സ്വതക്ക കൊടുക്കാനാണോ പറഞ്ഞത്? ഉദഹിയത്ത് അറുക്കുന്നതിനേക്കാളും നല്ലത് സ്വതക്ക കൊടുക്കലായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് എന്താ പറയുക? നിങ്ങൾ സ്വതക്ക കൊടുത്താൽ മതി എന്നാ പറയുക. കാരണം ഏറ്റവും നല്ലതാണ്, ഏറ്റവും ഹൈറായതാണ് ഈ ഉമ്മത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. അത് നബി വിശദീകരിച്ചു തരും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദഹിയത്ത് അറുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചൊക്കെ, എല്ലാവരും ഉദഹിയത്ത് അറുക്കാതെ എല്ലാവരും സ്വതക്ക കൊടുക്കുകയാണെങ്കിലോ, ഈ ഒരു ചിഹ്നം, ഇസ്ലാമിൻ്റെ ഈ ഒരു ഷിആർ അത് നിലനിൽക്കുമോ? അത് നിലനിൽക്കൂല. അപ്പം ആ ഷിആർ നിലനിർത്താൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിപ്പിക്കുവാൻ, അള്ളാഹുവിന് നന്ദി കാണിക്കുവാൻ ദുൽഹിജ്ജ മാസത്തിൽ ഉദഹിയത്ത് അറുക്കുക തന്നെയാണ് നമ്മൾ വേണ്ടത്. ഉദഹിയത്ത് അറുക്കുന്നതിനേക്കാളും നല്ലതല്ല ആ പണം സ്വതക്കയായിട്ട് കൊടുക്കുക എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി അടുത്തൊരു മസ്അല ഉദഹിയത്ത് മൃഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഉദഹിയത്ത് അറുക്കുമ്പോൾ ബഹീമത്തുൽ അൻആം എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഓതിയ ആയത്ത് തന്നെ, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, എല്ലാ ഉമ്മത്തുകൾക്കും ബലിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അള്ളാഹു മതമാക്കിയിട്ടുണ്ട്. ലിയദ്കുറു ഇസ്മല്ലാഹി അലൈഹി, എന്തിനാണത്? ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. കന്നുകാലികളിൽപ്പെട്ട മൃഗങ്ങളെയാണ് എന്ത് ചെയ്യേണ്ടത്? ബലി അറുക്കേണ്ടത്, ഉദഹിയത്തായിട്ട് അറുക്കേണ്ടത്. അപ്പോൾ കോയിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? ഉദഹിയത്ത് അറക്കാൻ പറ്റൂല. താറാവിനെ പിടിച്ചിട്ട് ഉദഹിയത്ത് അറക്കാൻ പറ്റൂല. അത്
കന്നുകാലിയായിരിക്കണം. അപ്പോൾ ഒട്ടകം അല്ലെങ്കിൽ മാട് എന്ന് പറഞ്ഞാൽ പോത്ത്, മൂരി, എരുമ, പശു, ഇതൊക്കെ മാടിൻ്റെ ഗണത്തിലാണ് പെടുക. അതല്ല എങ്കിൽ ആട്. ഈ 3 വിഭാഗങ്ങളെയാണ് ഉദ്ഹിയത്ത് അറുക്കാൻ പറ്റുക. ഇതാണ് ബഹീമത്തുൽ അൻആം എന്ന ഗണത്തിൽ പെടുക. ഓരോ മൃഗത്തിനും ശറഅ നിശ്ചയിച്ചൊരു പ്രായമുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ അത് തീരുമാനിച്ചു തന്നൊരു പ്രായമുണ്ട്. ആ പ്രായപരിധി എത്തിയതിനെയാണ് അറുക്കേണ്ടത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഒട്ടകമാണെങ്കിൽ 5 വയസ്സാണ്. ഒട്ടകത്തെയാണ് ഒരാൾ ഉദ്ഹിയത്ത് അറുക്കുന്നത് എങ്കിൽ ആ ഒട്ടകത്തിന് 5 വയസ്സ് തികയണം. ഇത് 4 മദ്ഹബിൻ്റെ ഇമാമാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഗതിയാണ്. ഒട്ടകമാണെങ്കിൽ അതിന് 5 വയസ്സ് തികയണമെന്നത്. രണ്ടാമത്തത് മാടാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പോത്ത്, മൂരി, കാള, പശു ഇതൊക്കെയാണെങ്കിൽ അത് 2 വയസ്സ് തികയണമെന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. മാലിക്കി മദ്ഹബിൽ 3 വയസ്സ് തികയണമെന്നാണ്. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം 2 വയസ്സ് തികഞ്ഞാൽ മതി. അപ്പം നമ്മൾ പോത്തിനെ അറുക്കുമ്പോൾ ആ പോത്തിന് 2 വയസ്സ് തികഞ്ഞിരിക്കണം. മൂരിയെ അറുക്കുമ്പോൾ, ഉദ്ഹിയത്തായിട്ട് അറുക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ മൂരിക്ക് 2 വയസ്സ് തികഞ്ഞിരിക്കണം. ഇനി ആടാണെങ്കിൽ, കോലാടാണെങ്കിൽ അതിന് 1 വയസ്സ് തികയണം. നമ്മുടെ നാട്ടിലെ നാടൻ ആടാണെങ്കിൽ അതിന് 1 വയസ്സ് തികയണം. ചെമ്മരിയാടാണെങ്കിൽ 6 മാസം തികഞ്ഞാൽ മതി. 1 വയസ്സ് തികഞ്ഞതിന് കിട്ടുമെങ്കിൽ 1 വയസ്സ് തികഞ്ഞതിനാണ് എടുക്കേണ്ടത്. ഇനി 1 വയസ്സ് തികഞ്ഞ ആടിനെ കിട്ടുന്നില്ല, 6 മാസമായൊരു ചെമ്മരിയാട് ഉണ്ട് എങ്കിൽ ആ ചെമ്മരിയാടിന് എന്ത് ചെയ്യാം? അറുക്കാമെന്നതാണ്. അപ്പോൾ 1 വയസ്സ് എന്നുള്ളതാണ് ആടിൻ്റെ വിഷയത്തിൽ ജുംഹൂറിൻ്റെ അഭിപ്രായം, ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എന്നാൽ ഷാഫിഈ മദ്ഹബിലൊക്കെ അത് 2 വയസ്സാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ 2 വയസ്സാകണമെന്ന് പറയുന്നത്. എന്നാൽ 1 വയസ്സായാൽ തന്നെ ആടിന് ശറഅ നിശ്ചയിച്ചിട്ടുള്ള പ്രായമായിട്ടുണ്ട്, പ്രായം തികഞ്ഞിട്ടുണ്ട്. ആ ആടിനെ ഉദ്ഹിയത്ത് അറുക്കാം എന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഇവിടെ ശറഅ നിശ്ചയിച്ച പ്രായം എത്തുക, മതം തീരുമാനിച്ച ആ പ്രായം എത്തുക എന്നത് ഉദ്ഹിയത്ത് ശരിയാകാനുള്ള നിബന്ധനയാണ്. ഒരാളൊരു പോത്തിനെ ഉദ്ഹിയത്ത് അറുത്തു, അതിന് 1 വയസ്സും 8 മാസവും ആയിട്ടുള്ളൂ എങ്കിൽ അത് ഉദ്ഹിയത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. കാരണം പോത്തിന് ഉദ്ഹിയത്ത് അറുക്കണമെങ്കിൽ അതിന് 2 വയസ്സ് തികയണം, ആ പ്രായം എത്തണം. ഒരാൾ 8 മാസം പ്രായമായ ഒരു ആടിനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഉദ്ഹിയത്ത് അറുത്തു. അത് ഉദ്ഹിയത്തായിട്ട് എന്ത് ചെയ്യൂല? പരിഗണിക്കപ്പെടൂല എന്നാണ്. അങ്ങനെ അറുക്കാൻ പറ്റൂല. ഇനി അറുത്ത് കഴിഞ്ഞാൽ അത് ഉദ്ഹിയത്തായിട്ട് കണക്കാക്കപ്പെടുകയും ഇല്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, ലാ തസ്ബഹു ഇല്ലാ മുസിന്ന, മുസിന്നയെ അല്ലാതെ നിങ്ങൾ ബലിയറുക്കാൻ പാടില്ല. എന്താ മുസിന്ന എന്ന് പറഞ്ഞാൽ? ഇമാം നവവി റഹിമഹുല്ലാഹു തആല പറയാണ്, മുസിന്ന എന്ന് പറഞ്ഞാൽ ഹിയ അസ്സനിയതു മിൻ കുല്ലി ഷൈഇൻ മിനൽ ഇബ്ലി വൽ ബഖരി വൽ ഗനമി. ആട്, പശു, ഒട്ടകം, ഈ 3 വിഭാഗങ്ങളിൽ നിന്നും സനിയത്ത്, പാൽപ്പല്ല് പോയിട്ട് തീറ്റപ്പല്ല് വന്നവ, അതാണ് മുസിന്ന എന്ന് പറഞ്ഞാൽ. പാൽപ്പല്ല് പോയിട്ട് തീറ്റപ്പല്ല് വന്നവ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അങ്ങനെ പാൽപ്പല്ല് പോയിട്ട് തീറ്റപ്പല്ല് വന്നവ ആകണമെങ്കിൽ ഈ പറഞ്ഞ പ്രായം എത്തണം. ഒട്ടകാണെങ്കിൽ 5 വയസ്സ്, മാടാണെങ്കിൽ, പശു, മൂരി, പോത്ത്, എരുമ, കാള ഇതൊക്കെയാണെങ്കിൽ 2 വയസ്സ്, ആടാണെങ്കിൽ 1 വയസ്സ്. അപ്പം ഇതിൻ്റെ പ്രായം മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ പല്ലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ആ പ്രായം തികഞ്ഞതിനെ മാത്രമേ അറുക്കാൻ പറ്റുള്ളൂ. അതിനെ അറുത്താലേ അത് ഉദ്ഹിയത്തായിട്ട് കണക്കാക്കപ്പെടുകയുള്ളൂ. ആ പ്രായം തികയണമെന്ന കാര്യത്തിൽ ഫുഖഹാക്കൾക്കിടയിൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇനി ഉദ്ഹിയത്ത് അറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ന്യൂനതയില്ലാത്ത മൃഗങ്ങളെയാണ് അറുക്കേണ്ടത്. ന്യൂനത ഉള്ള മൃഗങ്ങളെ അറുക്കാൻ പറ്റൂല. അതിൽ ഹദീസിൽ പ്രത്യേകം ന്യൂനതയായിട്ട് എടുത്തു പറഞ്ഞ ചില സംഗതികളുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബിമാർ ചോദിക്കുന്നുണ്ട്, ഉദ്ഹിയത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ മാറ്റിവെക്കേണ്ട മൃഗങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ന്യൂനതകൾ ഉണ്ടെങ്കിലാണ് അത് ഉദ്ഹിയത്തിന് പറ്റാതിരിക്കുക? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 ന്യൂനതകൾ.
ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അൽ അർജാഉൽ ബയ്യിനു ളഉഹ, പ്രകടമായ മുടന്തുള്ള മൃഗം, അതിന് ഉദഹിയത്ത് അറുക്കാൻ പറ്റൂല. മുടന്തുള്ള ആട്, മുടന്തുള്ള പോത്ത്, മുടന്തുള്ള ഒട്ടകം, അത് ഉദഹിയത്തിന് പറ്റൂല. അൽ ഔറാഉൽ ബയ്യിനു ഔറുഹ, രണ്ടാമത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കണ്ണിന് കേടുള്ള മൃഗം, കണ്ണ് പൊട്ടിയത്, കണ്ണ് ഇല്ലാത്തത്, അങ്ങനത്തെ മൃഗങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല, ഉദഹിയത്ത് അറുക്കാൻ പറ്റൂല. മൂന്നാമത്തത് അൽ മരീദതു അൽ ബയ്യിനു മറദുഹ, പ്രകടമായ രോഗമുള്ള മൃഗം, രോഗിയാണ്, ക്ഷീണിച്ചിട്ടുണ്ട്, അവശതയിലാണ്, ആ മൃഗത്തെ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ഉദഹിയത്ത് അറുക്കാൻ പറ്റൂല. നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ അജ്ഫാഉൽ ലതീ ലാ തുൻഖി, മജ്ജയും നെയ്യൊക്കെ നഷ്ടപ്പെട്ട് ആകെ ഉണങ്ങി മാംസമൊന്നും ഇല്ലാത്ത ആട് അല്ലെങ്കിൽ മൃഗം, അതിനെന്ത് ചെയ്യാൻ പറ്റൂല, ഉദഹിയത്ത് അറുക്കാൻ പറ്റൂല. അപ്പൊ ഈ 4 ന്യൂനതകൾ പ്രത്യേകം ഹദീസിൽ വന്നതാണ്. ഇവിടെയൊക്കെ പറഞ്ഞൊരു സംഗതി പ്രകടമായ ന്യൂനതകളായിരിക്കണം. ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതെന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം, ചെറിയ നിലക്കുള്ള ന്യൂനതകളാണെങ്കിൽ. എന്നാൽ പ്രകടമായിട്ട് അത് ന്യൂനതയായിട്ട് തോന്നുന്നത് എങ്കിൽ അത് ഒഴിവാക്കണം, ആ മൃഗത്തെ ഉദഹിയത്ത് അറുക്കാൻ പറ്റൂല എന്നുള്ളതാണ്. ഇനി ചിലപ്പോഴൊക്കെ ഈ മൃഗത്തിൻ്റെ മാംസം കൂടാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, ഈ മൃഗത്തിൻ്റെ മണി ഉടക്കും. അത് ഉദഹിയത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല, അതൊരു ന്യൂനതയല്ല ഉദഹിയത്തിൻ്റെ കാര്യത്തിൽ. കാരണം അത് മാംസം കൂടാനും ആ മാംസത്തിൻ്റെ മേന്മ കൂടാനൊക്കെ ഉള്ള കാരണമാണ്. അപ്പം മണി ഉടച്ചൊരു മൃഗത്തെ ഉദഹിയത്ത് അറുക്കുന്നതിൽ എന്തില്ല, തെറ്റില്ല. അത് കുറച്ചും കൂടി ഇറച്ചി കൂടും, അതിന് കുറച്ചും കൂടി മേന്മ കൂടും എന്നേ ഉള്ളൂ. അത് ഒരു ന്യൂനത അല്ല എന്നിവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില മസ്അലകൾ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഏതൊക്കെ മൃഗത്തിൽ ഷെയർ പറ്റും? ആടിനറുക്കുമ്പോൾ ഷെയർ കൂടാൻ പറ്റുമോ? ഇല്ല. ആട് ഒരാൾ ഒറ്റക്ക് അറുക്കണം. അതിൽ ഒരു ജ്യേഷ്ഠനും അനിയനും കൂടിയിട്ട് തീരുമാനിക്കുകയാണ്, ഈ വലിയൊരുനാൾക്ക് നമുക്ക് രണ്ടാൾക്കും കൂടി ഒരു ആടിനെ അറുക്കാം എന്ന് തീരുമാനിച്ചാൽ, ഞാനൊരു 8,000 ഉറുപ്പ്യ എടുക്കുക, ഒരു 7,000 ഉറുപ്പ്യ എടുത്തോ, അങ്ങനെ 15,000 ഉറുപ്പ്യൻ്റെ ഒരു ആടിനെ വാങ്ങിയിട്ട് നമുക്ക് നമ്മളെ പെരയിൽ വെച്ചിട്ട് അറുക്കാം എന്ന് തീരുമാനിച്ചാൽ അത് ശരിയാവില്ല. ഷെയർ ഇല്ലാത്തതാണ് ആട്. ആട് ഒരാൾ എന്ത് ചെയ്യണം, ഒറ്റക്ക് തന്നെ അറുക്കണം. എന്നാൽ ഒട്ടകവും മാടുമാണെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ ബാക്കിയുള്ളവർക്ക് കൂടി പങ്കാളികളാകാം. അതിൽ മാക്സിമം 7 ആളുകൾക്ക് വരെ എന്ത് ചെയ്യാം, പങ്കു ചേരാമെന്നുള്ളതാണ്. ഇപ്പൊ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, നഹർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഹുദൈബിയ, ഹുദൈബിയ സന്ധിയുടെ വർഷത്തിൽ ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അറവ് നടത്തി. അൽ ബദനത അൻ സബഅത്തിൻ, അന്ന് 7 ആളുകൾ ചേർന്നിട്ടാണ് ഒരു ഒട്ടകത്തെ അറുത്തിട്ടുള്ളത്. വൽ ബഖറത അൻ സബഅത്തിൻ, 7 ആളുകൾ ചേർന്നിട്ടാണ് ഒരു പശുവിനെ അറുത്തിട്ടുള്ളത്. അപ്പോൾ പശുവിൻ്റെയും അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെയൊക്കെ വിലയിൽ ബാക്കിയുള്ളവർക്ക് കൂടി പങ്കാളികളാകാം. എന്നാൽ ആടിൻ്റെ കാര്യത്തിൽ അത് പറ്റൂല. അങ്ങനെ വിലയിൽ പങ്കാളികളാകുമ്പോൾ മാക്സിമം 7 എന്നതാണ് അതിൻ്റെ കണക്ക്. ആ 7-നപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ഒരു ആടിനെ അറുക്കുന്നുണ്ട് എങ്കിൽ, കുടുംബനാഥൻ ഒരു ആടിനെ അറുക്കുന്നുണ്ട് എങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് തന്നെ മതി. ഇപ്പോൾ ഒരു വീട്ടിൽ മകനുണ്ട്, ഭാര്യയുണ്ട്, വാപ്പുണ്ട്. വാപ്പ അറുക്കുന്നുണ്ട് എങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന മകനും ഭാര്യയ്ക്കും അത് തന്നെ മതി. എന്നാൽ അവർ അറുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂലി അവർക്ക് കിട്ടും, അത് വേറെ കാര്യം. ഇപ്പോൾ ഭാര്യയ്ക്ക് കഴിവുണ്ട്, ഭാര്യ ജോലിക്കാരിയാണ്, ഓൾക്ക് ശമ്പളമുണ്ട്, അപ്പോൾ ഓള് വേറെ അറുക്കുന്നുണ്ട്. മകൻ വേറെ ശമ്പളം വാങ്ങുന്ന ആളാണ്, അല്ലെങ്കിൽ ഓനക്ക് വേറെ വരുമാനമുണ്ട്, അപ്പോൾ ഓനും അറുക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, കൂലി കിട്ടുന്ന കാര്യമാണ്. എന്നാൽ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ അറുക്കുന്നുണ്ടെങ്കിൽ അത് മതിയാകുമെന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദഹിയത്ത് അറുക്കുന്ന സമയത്ത് നബിക്കും നബിയുടെ കുടുംബത്തിനും വേണ്ടി എന്ന നിലക്കാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറവ് നടത്തിയത്. നബി ഉദഹിയത്ത് അറുത്ത സമയത്ത് പറഞ്ഞു ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വ മിൻ ഉമ്മത്തി മുഹമ്മദ്. അല്ലാഹുവേ, ഇത് മുഹമ്മദ് നബിയിൽ നിന്നും മുഹമ്മദ് നബിയുടെ കുടുംബത്തിൽ നിന്നും മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ നിന്നും നീ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറവ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ വാപ്പ അറവ് നടത്തുമ്പോൾ അതിന് കൂലി മക്കൾക്ക് കിട്ടും. ഒരു വീട്ടിൽ ഭർത്താവ് അറവ് നടത്തുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കൂലി ഭാര്യയ്ക്കും
കിട്ടും. എന്നാൽ ഓരോരുത്തരും അറുക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അവർ അറുക്കുകയാണെങ്കിൽ അതിന് വേറെ തന്നെ കൂലിയാണ്, വേറെ തന്നെ ശ്രേഷ്ഠതയാണ് എന്നത് പറയേണ്ട കാര്യമില്ലല്ലോ. അതെ, അതും നബിയിൽ നിന്ന് വന്ന രീതി വരുന്നുണ്ട്. അറുക്കുന്ന സമയത്ത് എന്താണ് ചൊല്ലേണ്ടതെന്നുള്ളത് വരുന്നുണ്ട്. ബിസ്മില്ല അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് നബി അറവ് നടത്തിയത്. ബിസ്മില്ല അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറവ് നടത്തിയത്. ഇനി ഒട്ടകവും അതുപോലെ തന്നെ പശു, മാട്, ഇതിനൊക്കെ 7 ആളുകൾ വരെ പങ്കാളികളാകാന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു വിഹിതം, ഈ 7ൽ ഒരു വിഹിതം ഒരാടിന് പകരമാണ്. ഒരാട് അറുക്കുന്നതിന് പകരമാണ് ഈ ഒട്ടകത്തിൻ്റെയും അതുപോലെ തന്നെ മാടിൻ്റെയും ഒക്കെ 7ൽ 1 പങ്ക് ചേരുക എന്നത്. അപ്പോൾ ഒരു ഉരുവിനെ അറുക്കാൻ കഴിയുന്നവരെന്ത് ചെയ്യുക? ഒരു ഉരുവിനെ തന്നെയാണ് അറുക്കേണ്ടത്. എന്നാൽ ഷെയർ കൂടാൻ ഒരാൾക്ക് പറ്റുള്ളൂ. ഒരു ഉരുവിനെ ഒറ്റക്ക് അറുക്കാനുള്ള കഴിവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുക? ഷെയർ ചേരുക എന്നുമാണ്. ഇനി ഷെയർ കൂടുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഉരുവിൽ 7ൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യാൻ പറ്റൂല? പങ്കാളികളാകാൻ പറ്റൂല. 7 എന്നുള്ളത് മാക്സിമം കണക്കാണ്. 8 ആകാൻ പറ്റൂല. 7ൽ കുറയാൻ പറ്റുമോ? 2 ആൾ കൂടിയിട്ട് അറുത്തു, 3 ആൾ കൂടിയിട്ട് അറുത്തു, 4 ആൾ കൂടിയിട്ട് അറുത്തു, 5 ആൾ, 6 ആൾ, പ്രശ്നമുണ്ടോ? എങ്ങനെ? എത്രയാവാം? 7ൽ താഴെ എത്രയും ആകാം. 1 ആളോ 2 ആളോ 3 ആളോ 4 ആളോ 5 ആളോ 6 ആളോ ഒക്കെ ആകാം. എന്നാൽ 8 ആകാൻ പറ്റൂല. ഒറ്റാവണമെന്നില്ല. ഇല്ല, അങ്ങനെയല്ല. എത്രയാവും? 4 ആകാം, 2 ആകാം. 2 ആൾക്ക് കൂടിയിട്ട് എന്ത് ചെയ്യാം? ഒരു പോത്തിനെ അറക്കാം. 4 ആൾക്ക് കൂടിയിട്ട് ഒന്നിനെ അറക്കാം. ഒറ്റയാകണമെന്ന് നിബന്ധനയില്ല. 7ൽ അപ്പുറം പോകാൻ പാടില്ല എന്നേ ഉള്ളൂ. 7ൽ കുറവ് എത്രയും ആകാമെന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഷെയർ ചേരുമ്പോൾ ഒരാളുടെ ഓഹരി 7ൽ 1 കുറയാൻ പാടില്ല. എല്ലാവരും തുല്യ ഓഹരി എടുക്കണം എന്നില്ല. 5 ആൾ കൂടിയിട്ടാണ് ഒരു ഉരുവിനെ അറുക്കുന്നത് എങ്കിൽ അവിടെ എല്ലാവരും തുല്യമായിട്ടുള്ള ഒരു വിഹിതം തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഏറ്റവും ചുരുങ്ങിയ ഓഹരി എത്രയായിരിക്കണം? 7ൽ 1 ആയിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഉരുവിന് 56,000 രൂപയാണ്. അപ്പോൾ 56,000ൻ്റെ 7ൽ 1 എത്രയായിരിക്കും? 8,000 ആണ് അല്ലേ? 8,000 രൂപയാണ്. അതാണ് 7ൽ 1. അപ്പോൾ അതിലും കുറയാൻ പാടില്ല. ഒരാൾ 4,000 ഉറുപ്പിക എടുത്തിട്ട് ഞാനും അതിൽ ഷെയറാന്ന് പറഞ്ഞാൽ അത് പറ്റൂല. 5,000 ഉറുപ്പിക എടുത്താൽ അതിൽ ഷെയറാന്ന് പറഞ്ഞാൽ അത് പറ്റൂല. ചുരുങ്ങിയത് എത്ര വേണം? 8 വേണം. അപ്പോൾ ഒരാൾ 8 ആണ് എടുത്തത്, വേറൊരാൾ 20 എടുത്തിട്ടുണ്ട്, അത് പ്രശ്നമില്ല. എന്നാൽ 8ൽ താഴെ വരാൻ പാടില്ല. 7ൽ 1 കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ നാട്ടിൽ ഈ ഷെയറിൻ്റെ കാര്യത്തിൽ കാണുന്ന ഒരു സംഗതി, എല്ലാവരുടെ അടുത്തു നിന്ന് എന്ത് ചെയ്യും? ഈ ഉദഹിയത്തിൻ്റെ ഉത്തരവാദിത്തമുള്ളവർ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാർ പൈസ കളക്ട് ചെയ്യും. എല്ലാവരുടെ അടുത്തു നിന്നും 8,000 രൂപയായിരിക്കും കളക്ട് ചെയ്തിട്ടുണ്ടാകുക. എന്നിട്ട് ഈ പൈസ ആയിട്ട് എന്ത് ചെയ്യും? ചന്തയിൽ പോകും. എന്നിട്ട് മൊത്തത്തിൽ എന്ത് വാങ്ങും? ഉരുവിനെ വാങ്ങും. ഓരോ ഉരുവിനെ വേറെ വേറെ അല്ല വാങ്ങുന്നത്. അല്ല, ഓരോ ഉരുവിനും വേറെ വേറെ വിലയായിരിക്കും. ഈ 8,000 രൂപ എന്ന് പറഞ്ഞാൽ 56,000 രൂപയാണ് 7 ആളുകൾ കൂടിയാൽ ഉണ്ടാവുക. അപ്പോൾ ചില ഉരുവിന് എത്രയായിരിക്കും? 56,000 ആയിരിക്കും. ചിലതിന് 66,000 ആയിരിക്കും. ഉരുവിൻ്റെ വിലയിൽ എന്തുണ്ടാകും? മാറ്റം ഉണ്ടാകും. എന്നിട്ട് എല്ലാവരും കൂടി പൈസ കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുക? ഈ ഉരു വാങ്ങുക. അപ്പോൾ അവിടെ നടക്കുന്ന സംഗതി എന്താ വെച്ചാൽ, ചില ഉരുവിൽ 6 ആൾക്കാരെ പങ്കാളികളായിട്ടുണ്ടാവുള്ളൂ. ചില ഉരുവിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും? 8 ആൾ പങ്കാളികളായിട്ടുണ്ടാകും. അപ്പോൾ ആ പരിപാടി എന്ത് ചെയ്യൂല? പറ്റൂല. നേരെ പോവുക, ഒരു ഉരുവിനെ കാണുക. ആ ഉരു ഈ 7 ആളുകൾക്കുള്ളതാണ്. ഒരു പോത്തിനെ കണ്ടാൽ ആ പോത്ത് ഈ 7 ആളുകൾക്ക് ഉള്ളതാണ് എന്ന് പറയാൻ പറ്റണം. ഒരു കൂട്ട അറവല്ല നടക്കേണ്ടത്. 14 ആളുകൾക്ക് 2 പോത്ത് എന്ന് പറഞ്ഞാൽ ശരിയാവൂല. അല്ലെങ്കിൽ 21 ആളുകൾക്ക് 3 പോത്ത് എന്ന് പറഞ്ഞാൽ ശരിയാവൂല. ഈ പോത്ത് ഇത് ഈ 7 ആളുകളുടെ പോത്താണെന്ന് പറയാൻ പറ്റണം. ഈ പോത്ത് അല്ലെങ്കിൽ ഈ പശു അത് ഈ 7 ആളുകളുടേതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റണം ഓരോരുത്തരുടെയും. അതാണ് ഇപ്പോൾ എന്ത് ചെയ്യുക? ഇപ്പോൾ നമ്മൾ 8,500 വാങ്ങുന്നത്. നമ്മുടെ പള്ളിയിൽ 8,500 വാങ്ങുന്നത്. അത് കൂടുകയും ചെയ്യാം, കുറയുകയും ചെയ്യാം. ചിലയിടത്ത് കൂടില്ല, കുറയൂല. ആ 8,000 വാങ്ങിയാൽ ആ 8,000 കണക്കാണ്. അതെന്താ വെച്ചാൽ ഇതേപോലെ ഒരു കൂട്ടറവാണ്.
എന്നാൽ ആ ഉരുവിനെ ചെന്ന് കണ്ട് അതിൻ്റെ വില അനുസരിച്ചിട്ട് ചിലപ്പോൾ ആളുകളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തത് കൂടുതൽ കളക്ട് ചെയ്യേണ്ടി വരും. അവർ തന്ന തുക മതിയാവില്ല. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ കുറച്ചും കൂടി വാങ്ങേണ്ടി വരും. ചിലപ്പോൾ പോയിട്ട് ഉരുവിനെ കണ്ടാൽ അത് വില കുറവായിരിക്കും. അപ്പോൾ ഈ 7 ആളുകളുടെ പൈസ എടുത്താലും ബാക്കി പൈസ ഉണ്ടാകും. അത് ഈ 7 ആളുകൾക്ക് എന്ത് ചെയ്യണം, തുല്യമായിട്ട് വീതിച്ച് ബാക്കി കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഈ ഷെയറിൻ്റെ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെ, ഗ്രൂപ്പ് തിരിക്കേണ്ടി വരും. അതെ 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 ഓരോരുത്തരും ചെയ്യണം. നമ്മളൊക്കെ അങ്ങനെ ചെയ്യല് അല്ലേ സിൽക്ക? 7 ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇത് ഞങ്ങളുടെ ഉരുവാണെന്ന് ആ 7 ആളുകൾക്ക് അറിയാൻ പറ്റണം എന്നുള്ളതാണ്. അത്ര സൂക്ഷ്മത എന്ത് ചെയ്യണം വിഷയത്തിൽ കണക്ക്. കാരണം 7 എന്നുള്ളത് 8 ആകാൻ പറ്റൂല. മാക്സിമം 7 എന്നുള്ള കണക്കാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ച് തന്നിട്ടുള്ളത്. അതെന്ത് ചെയ്യാൻ പറ്റൂല, 8 ആകാൻ പറ്റൂല, 9 ആകാൻ പറ്റൂല എന്നുള്ളതാണ് വിഷയം. അത് നമ്മൾ പൈസ വാങ്ങുമ്പോൾ തന്നെ അവരോട് പറയണം. പൈസ വാങ്ങുമ്പോൾ തന്നെ അവരോട് പറയണം എന്ത്, ഇത് കൂടാനും സാധ്യതയുണ്ട്, കുറയാനും സാധ്യതയുണ്ട്. കൂടാനും സാധ്യതയുണ്ട്, കുറയാനും സാധ്യതയുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, പ്രത്യേകം അവരോട് പറയണം. ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, വെറുതെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ട. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്തോട്ടെ, അവർക്ക് കഴിയുന്ന രീതിയിൽ നിർവഹിച്ചോട്ടെ. അതല്ലാതെ ഈ പറഞ്ഞ രീതിയിലൊന്നും അറക്കാൻ കഴിയില്ല എങ്കിൽ വെറുതെ ഒരു ചടങ്ങ് തീർക്കലല്ലോ, അത് ദീൻ പഠിപ്പിച്ച നിലക്ക് തന്നെ ആകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലാഹു അലം. ഇനി ഉദഹിയത്ത് അറുക്കുന്നവർ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇദാ റഅയ്തും ഹിലാല ദുൽഹിജ്ജ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ദുൽഹിജ്ജയുടെ മാസപ്പിറവി കണ്ടാൽ, വഅറാദ അഹദുക്കും അൻ യുദഹിയ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉദഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്, ഫൽയുംസിക് അൻ ശഅരിഹി വഅദ്ഫാരിഹി, അവരെന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ നഖവും മുടിയും എടുക്കാൻ പാടില്ല. ആ നഖവും മുടിയും അങ്ങനെ തന്നെ നിർത്തണം. ഇത് അറുക്കുന്നവർക്ക് മാത്രം ബാധകമായൊരു സംഗതിയാണ്. ആരാണോ അറവിനുള്ള പൈസ കൊടുക്കുന്നത് അയാൾക്ക് മാത്രമാണ് എന്ത്, ഈ പറഞ്ഞ നഖവും മുടിയും എടുക്കാൻ പാടില്ല എന്ന വിധി ബാധകമാകുന്നത്. ഇപ്പൊ എൻ്റെ വീട്ടിൽ ഞാൻ അറുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പെണ്ണുങ്ങൾ നഖ എടുക്കുന്നതിൽ എന്തില്ല, പ്രശ്നമില്ല. എൻ്റെ ഉമ്മ നഖ എടുക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ അനിയന്മാര് മുടി വെട്ടുന്നുണ്ടെങ്കിൽ അതിനെന്തില്ല, വിലക്കില്ല. ആരാണോ അറുക്കുന്നത്, ആരുടെ പണമാണോ ഇറക്കിയിട്ടുള്ളത് അവർക്ക് മാത്രമാണ് ഈ വിധി ബാധകമാവുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറുത്തത് നബിക്കും കുടുംബത്തിനും കൂടിയായിട്ടാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, കുടുംബത്തോട് നിങ്ങൾ നഖവും മുടി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് എടുക്കാൻ പാടില്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇത് കൂട്ടും. ഒരേ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ പറ്റും. ഇപ്പൊ ഒരു വാപ്പയും മകനും എന്ത് ചെയ്യണം, ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്. മകൻക്കും അറക്കാൻ കഴിവുണ്ട്, വാപ്പാക്കും അറക്കാൻ കഴിവുണ്ട്. വാപ്പ അറക്കുന്നുണ്ട്, മകൻ അറക്കുന്നില്ല. അതെന്ത് ചെയ്ത്, ആ മകൻക്കും കൂടി ആ വാപ്പ അറുത്തത് മതി. എന്നാൽ അറക്കാൻ കഴിവുള്ള മകനും കൂടി അറക്കുകയാണെങ്കിൽ അതിന് വേറെ തന്നെ കൂലി അവനക്കുണ്ട്. അതിന്റെ ശ്രേഷ്ഠത വേറെ തന്നെയാണ്. എന്നാൽ മകൻ വേറെ താമസാണ്, മകൻ വേറെ വീടെടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഓന് സ്വതന്ത്രമായിട്ട് വേറെ തന്നെയാണ് കൂട്ടുക. ഈ വീട്ടിലല്ല ഓനുള്ളത്. അപ്പൊ ഇവിടെ വാപ്പ അറക്കുന്നതുകൊണ്ട് വേറെ വീടെടുത്ത് പോയ മകൻ എന്ത് ചെയ്യാൻ പറ്റൂല, ഞാൻ അറക്കുന്നില്ല എന്ന് പറയാൻ പറ്റൂല. ഓന് വേറെ തന്നെ അറക്കുകയുമാണ് വേണ്ടത്. ഒരേ വീട്ടിൽ കഴിയുന്നവരാണെങ്കിലാണ് ഈ ഒരു നിലക്ക് കാണേണ്ടത്. അപ്പോൾ ദുൽഹിജ്ജ മാസപ്പിറവി കണ്ടാൽ ഉദഹിയത്ത് അറുക്കുന്നവർ നഖവും മുടിയും എടുക്കുക എന്നത് വിലക്കപ്പെട്ട കാര്യമാണ്, ഹറാമാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ആ നഖവും മുടിയും എടുക്കാൻ പറ്റൂല. എന്നാൽ ഒരാൾ മറന്നുകൊണ്ട് എടുത്താൽ അതിനയാൾക്ക് കുറ്റമില്ല, മറവി സംഭവിച്ചതാണ്, അതിന് പ്രശ്നമില്ല. ലാ തുവാഹിദിന ഇന്നസീന, ഞങ്ങൾ മറന്ന കാര്യത്തിൽ അള്ളാഹു നീ ഞങ്ങളെ പിടികൂടരുത് എന്ന് പറഞ്ഞല്ലോ. അതിൽ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ മറന്നുകൊണ്ട് സംഭവിച്ചാൽ പ്രശ്നമില്ല. മനഃപൂർവ്വം ചെയ്യാൻ പറ്റൂല, മനഃപൂർവ്വം ചെയ്യൽ ഹറാമാൻ. ഇനി ഒരാൾ മനഃപൂർവ്വം നഖം വെട്ടി അല്ലെങ്കിൽ മുടി മുറിച്ചു, അയാൾ ഉദഹിയത്ത് ബാത്തിലാവോ? അയാൾ പിന്നെ ഉദഹിയത്ത് അറക്കണ്ട, അയാൾ ഉദഹിയത്ത് സ്വീകരിക്കൂല എന്നാണോ?
അല്ല, അയാൾ കുറ്റക്കാരനാണ്, ചെയ്ത പണിക്ക് അയാൾക്ക് എന്തുണ്ട്, കുറ്റമുണ്ട്, അയാൾ അള്ളാഹുവിന്റെ ശിക്ഷക്ക് അർഹനാണ്. കാരണം നബി വിലക്കിയ ഒരു സംഗതി അയാൾ ധിക്കരിച്ചു. എന്നാൽ അതുകൊണ്ട് അയാളുടെ ഉദഹിയത്ത് എന്താകുന്നില്ല, ബാത്തിലാകുന്നില്ല. അയാൾ ഉദഹിയത്ത് അറക്കുക തന്നെയാണ് വേണ്ടത്. ഇനി ഇവിടെ ദുൽഹിജ്ജ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഉദഹിയത്ത് നിയ്യത്താക്കണമെന്ന് നിബന്ധനയില്ല. ഒരാൾക്ക് പൈസ കിട്ടി ഉദഹിയത്ത് അറക്കണമെന്ന് തോന്നിയത് ഒരു ദുൽഹിജ്ജ 6-നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ദുൽഹിജ്ജ മാസം ഇപ്പോൾ 6 ദിവസം കഴിഞ്ഞല്ലോ, ഇനി അറക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അറക്കുന്നതിൽ എന്തില്ല, തടസ്സമൊന്നുമില്ല. ഒരു പെരുന്നാളിൻ്റെ ദിവസമാണ് എന്ത് ചെയ്യുന്നത്, ഒരാൾ അറക്കാൻ വിചാരിക്കുന്നത്, ആ പെരുന്നാൾ ദിവസം എന്ത് ചെയ്യാം, മൂപ്പർക്ക് അറക്കാം. ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നിയ്യത്ത് ഉണ്ടാകണമെന്ന നിബന്ധന ഒന്നുമില്ല. ഇപ്പോൾ ഒരു ദുൽഹിജ്ജ 8 ആയപ്പോഴാണ് ഒരാൾക്ക് ഒരു ആടിനെ സമ്മാനമായിട്ട് കിട്ടിയത്. അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ആടിനെ ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ സമ്മാനം കിട്ടിയ ആ ആടിന് എന്ത് ചെയ്യണം, മൂപ്പര് ഉദഹിയത്ത് അറക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പം അങ്ങനെ സമ്മാനം കിട്ടിയ ആടിനെ എന്ത് ചെയ്യാം, നമ്മുടെ ആകണമെന്നേ ഉള്ളൂ, ഉടമസ്ഥാവകാശം നമുക്കാകണമെന്നേ ഉള്ളൂ. അത് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയതായിരിക്കാം, ചിലപ്പോൾ വേറെ ആരെങ്കിലും നമുക്ക് ഹദിയായിട്ട് തന്നതായിരിക്കും, എങ്ങനെയാകാം. നമ്മുടെ ഉടമസ്ഥയിലുള്ള മൃഗത്തെ അറുക്കുക എന്നുള്ളതാണ്. അത് ദുൽഹിജ്ജ ആകുന്നതിന് മുമ്പേ നിയ്യത്ത് വെക്കണം, തീരുമാനിക്കണം എന്നില്ല. ദുൽഹിജ്ജ ആയതിനു ശേഷമാണ് ഒരാൾക്ക് പറ്റിയത്, അപ്പം എന്ത് ചെയ്യാം, അപ്പം അയാൾക്ക് നിയ്യത്താക്കി അറുക്കാം. അത് അതിനു മുമ്പ് മൂപ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, നഖവും മുടിയൊക്കെ എടുത്തിട്ടുണ്ട്, അതിന് മൂപ്പർക്ക് എന്തില്ല, കുറ്റല്ല. അപ്പോൾ ദുൽഹിജ്ജ 1, 2, 3, 4, 5 കഴിഞ്ഞ് 6-ാമത്തെ ദിവസം മൂപ്പർ തീരുമാനിച്ചത്. അപ്പോൾ ദുൽഹിജ്ജ 3-ന് അന്ന് മൂപ്പർ മുടി മുറിച്ചിട്ടുണ്ട്, നഖം വെട്ടിയിട്ടുണ്ട്, അതൊന്നും ഉദഹിയത്തിനെ ബാധിക്കൂല. തീരുമാനിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, അറവ് നടത്തുന്നവരെ നഖവും മുടിയും എടുക്കാൻ പാടില്ല എന്നതാണ് വിഷയം. ഇനി അടുത്തൊരു മസ്അല ഉദഹിയത്ത് അറുക്കേണ്ട സമയമാണ്. ഏതാണ് ഉദഹിയത്ത് അറുക്കേണ്ട സമയം? പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് ഒരാൾ എന്ത് ചെയ്തു, എന്തായാലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് സമയമുണ്ടല്ലോ, അപ്പോൾ ഒരു പോത്തിൻ്റെ 2-3 പോത്തിനുണ്ട് അറുത്തിട്ടിട്ട് നിസ്കരിക്കാൻ പോയി. തിരിച്ചു വന്നിട്ട് എന്താ ചെയ്യുക, സൈസാക്കാന്ന് വിചാരിച്ചാൽ പറ്റുമോ? പറ്റൂല. അതിന് ശറഅ് നിശ്ചയിച്ചൊരു സമയമുണ്ട്. ആ സമയം എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞത് മുതൽ അയ്യാമു തശ്രീക്കിൻ്റെ അവസാനത്തെ ദിവസം വരെയാണ്. ഏതൊക്കെയാണ് അയ്യാമു തശ്രീക്കിൻ്റെ ദിവസങ്ങൾ? ദുൽഹിജ്ജ 11, 12, 13 ഈ 3 ദിവസങ്ങളാണ് അയ്യാമു തശ്രീക്കിൻ്റെ ദിവസങ്ങൾ. ദുൽഹിജ്ജ 10 യൗമുൽ ഈദ് അല്ലെങ്കിൽ യൗമുൻ നഹർ, അറവിൻ്റെ ദിവസം അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ ദിവസം. ദുൽഹിജ്ജ 11, 12, 13 അയ്യാമു തശ്രീക്കിൻ്റെ ദിവസങ്ങൾ. അപ്പോൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞത് മുതൽ ദുൽഹിജ്ജ 13-ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് ഉദഹിയത്ത് അറുക്കാനുള്ള സമയം. അതിന് മുമ്പ് എന്ത് ചെയ്യാൻ പറ്റൂല, പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് എന്ത് ചെയ്യാൻ പറ്റൂല, ഉദഹിയത്ത് അറുക്കാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ നഹറ ഖബ്ല സ്വലാത്തി ഫഇന്നമാ ഹുവ ലഹ്മുൻ ഖദ്ദമഹു ലിഅഹ്ലിഹി. ആരെങ്കിലും പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് അറവ് നടത്തിയാൽ അത് ഇറച്ചിയാണ്, അതെന്തല്ല, ഉദഹിയത്തല്ല. അത് ഓൻ്റെ കുടുംബത്തിന് വേണ്ടി ഓൻ അറുത്ത ഇറച്ചിയായിട്ടാണ് കണക്കാക്കുക. ലൈസ മിനൻ നുസ്ഖി ഫീ ഷൈഇൻ, അത് ബലികർമ്മമായിട്ട് ഉദഹിയത്തായിട്ട് കണക്കാക്കുക ഇല്ല. ഇനി രാത്രി ഉദഹിയത്ത് അറക്കാൻ പറ്റുമോ? രാത്രി പറ്റുമോ? രാത്രിയും പറ്റും, പകലും രാത്രിയൊക്കെ അറുക്കാം. ഏറ്റവും നല്ലത് പകലറുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 13-ൻ്റെ അന്ന് അറുക്കുന്നതിനേക്കാളും നല്ലത് 12-ൻ്റെ അന്ന് അറുക്കലാണ്. 12-ൻ്റെ അന്ന് അറുക്കുന്നതിനേക്കാളും നല്ലത് 11-ൻ്റെ അന്ന് അറുക്കലാണ്. 11-ൻ്റെ അന്ന് അറുക്കുന്നതിനേക്കാളും നല്ലത് 10-ൻ്റെ അന്ന് അറുക്കലാണ്. കാരണം അതൊക്കെ നന്മയിൽ മുന്നേറലാണ്. അള്ളാഹു കൽപ്പിച്ചൊരു കാര്യത്തിൽ ധൃതി കാണിക്കലാണ്. അപ്പോൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഈദിൻ്റെ അന്ന് തന്നെ എത്രയും പെട്ടെന്ന് അറവ് നടത്തുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഇനി അടുത്തൊരു മസ്അല, ആർക്കൊക്കെ ഉദഹിയത്ത് അറുക്കാം? ഇപ്പോൾ ചെറിയൊരു കുട്ടിക്ക്, ഒരു 8 വയസ്സായ ഒരു കുട്ടി അല്ലെങ്കിൽ 10 വയസ്സായ ഒരു കുട്ടി, പ്രായപൂർത്തിയായിട്ടില്ല, ഓനക്ക് ഉദഹിയത്ത് അറുക്കാൻ പറ്റുമോ? ഒരു പെണ്ണിന് ഉദഹിയത്ത് അറുക്കാൻ പറ്റുമോ? ആർത്തവകാരിയാണ് അല്ലെങ്കിൽ ജനാപത്തുകാരനാണ്, ഓൻക്ക് ഉദഹിയത്ത് അറുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 12 വയസ്സായ ഒരു കുട്ടി, നമുക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് വിചാരിക്കാം. ആ 12 വയസ്സായ കുട്ടിക്ക് ഉദഹിയത്ത് അറുക്കാൻ പൂതിയുണ്ട്. ഇപ്പോൾ നമ്മളെ ഉദഹിയത്തിൻ്റെ ഷെയറിൽ അയാന് ഷെയർ കൊണ്ടുവന്നെന്ന് പറഞ്ഞത് എനിക്കെന്ത് ചെയ്യണം, ഉദഹിയത്ത് അറക്കണം എന്നാണ്. അപ്പോൾ പ്രായപൂർത്തിയാകാത്ത ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഉദഹിയത്ത് അറക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം. ഉദഹിയത്ത് അറക്കാൻ പറ്റുമോ? പ്രായപൂർത്തിയാകണം എന്നുള്ള ഉദഹിയത്ത് അറക്കാനുള്ള ഷർത്താണോ, നിബന്ധനയാണോ? അല്ല. ബുദ്ധിയുണ്ട്, ഒരാൾക്ക് ശരിക്കും അറക്കാൻ പറ്റും, അറക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഉദഹിയത്ത്
അറുക്കാം, അതിൽ തെറ്റില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല ആ വിഷയം പറയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വകതിരിവ് എത്തിയ ഒരു കുട്ടിയാണ്, ബുദ്ധിയുണ്ട് എങ്കിൽ അറുക്കാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് അറുക്കുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയുടെ തന്നെ ഫത്വയിൽ കാണാം, നന്നായിട്ട് അറുക്കാൻ കഴിയുന്ന ഒരു പെണ്ണാണെങ്കിൽ അവർക്ക് ഉദഹിയത്ത് അറുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് വിലക്കപ്പെട്ട ഒരു സംഗതിയല്ല. അപ്പോൾ വീട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു കുടുംബം ഉദഹിയത്ത് അറുക്കുന്നത്. അപ്പോൾ പെരയിൽ ഉമ്മാക്കൊരു പൂതി, എന്ത്, ആടിനെ അറുക്കണമെന്ന്. അപ്പോൾ ആ ഉമ്മ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തടയേണ്ട ആവശ്യമില്ല. എന്നാൽ എന്ത് വേണം, ധൈര്യം വേണം. പെണ്ണുങ്ങളാകുമ്പോൾ പിന്നെ കുറച്ച് ധൈര്യം കുറവായിരിക്കും. പോത്ത് കണ്ണുരുട്ടുന്നത് കണ്ടാൽ കയ്യും കാലും പറിച്ചാൽ പറ്റൂല. ആടിൻ്റെ വെപ്രാളം കണ്ടിട്ട് കഴുത്തിലൊരു വര വരച്ചിട്ട് പോകാൻ പറ്റൂല. അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് അറുക്കാമെന്നുള്ളതാണ്. അങ്ങനെ പെണ്ണുങ്ങൾ അറുത്തത് ഭക്ഷിക്കാനുള്ള അനുവാദം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ആടിനെ മേച്ചിരുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ അവരിങ്ങനെ മദീനയിലെ ഒരു കുന്നിൻ ചെരുവിൽ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാട് മരണവെപ്രാളത്തിലാണ്. അപ്പോൾ ഇവർ പെട്ടെന്ന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു നല്ല മൂർച്ചയുള്ള ഒരു കല്ലെടുത്തിട്ട് ആടിനെ അറുത്തു. അറുക്കേണ്ട പോലെ തന്നെ കല്ലൊക്കെ മൂർച്ചയാക്കിയിട്ട് ആടിനെ അറുത്തു. അങ്ങനെ ഈ വിവരം കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അപ്പോൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കുടുംബക്കാരോടൊക്കെ പറഞ്ഞു, ലാ തഅകുലു ഹത്താ അസ്അല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ച് വിവരം അറിയട്ടെ ഈ ആടിനെ ഭക്ഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി വിഷയം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫകുലൂഹ, നിങ്ങൾ ആ ആടിനെ ഭക്ഷിച്ചു കൊള്ളുക. അപ്പോൾ അവിടെ അതൊരു സ്ത്രീ അടുത്ത ആടാണെന്ന് കൂടിയുള്ള ഒരു വിഷയമുണ്ട്. അത് ഭക്ഷിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനെ അറുത്താൽ അത് ചെറിയവരായാലും വലിയവരായാലും ആണായാലും പെണ്ണായാലും അറുക്കാൻ കഴിയുമെങ്കിൽ എന്തില്ല, പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല, അവർക്കത് അറുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ആർത്തവകാരിയുടെയും ജനാപത്തുകാരൻ്റെയും വിഷയം. അവർക്കും അറുക്കുന്നതിൽ എന്തില്ല, തടസ്സമില്ല. കാരണം ഉദഹിയത്ത് അറുക്കാൻ എന്ത് നിബന്ധനയല്ല, ശുദ്ധി ഉണ്ടാകണമെന്ന നിബന്ധനയില്ല. ജനാപത്തുകാരന് എന്ത് ചെയ്യാം, ദിക്ർ ചൊല്ലാലോ, ബിസ്മില്ലാ എന്ന് ചൊല്ലാൻ ജനാപത്തുകാരന് തടസ്സമില്ല. ഓർക്ക് ഖുർആൻ ഓതാനാണ് പ്രശ്നമുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി, എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ ഓർത്തിരുന്നു എന്നാണ് ആയിഷ ബീവി പറയുന്നത്. അപ്പോൾ ജനാപത്തും എന്തല്ല, ദിക്റിൽ നിന്നുള്ള തടസ്സമല്ല. ഖുർആൻ ഓതുമ്പോഴാണ് ജനാപത്ത് ഒരു വിഷയമായിട്ട് വരുന്നത്. അപ്പോൾ ആർത്തവകാരിക്കും അതുപോലെ തന്നെ ജനാപത്തുകാരനൊക്കെ അറുക്കാവുന്നതാണ്. പിന്നെ അടുത്തൊരു മസ്അല, ഇടത് കൈ കൊണ്ട് ഉദഹിയത്ത് അറുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇടത് കൈ കൊണ്ട് ഉദഹിയത്ത് അറുക്കാൻ പറ്റുമോ? എന്താ പറ്റുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? പറ്റൂല. പറ്റുന്ന അഭിപ്രായമുള്ളവർ? ആർക്കും അഭിപ്രായമില്ല? നിങ്ങളെല്ലാവരും വലവന്മാരാ? ഇടത് കൈക്ക് മാത്രം സ്വാധീനമുള്ളവരല്ല, ഇടത് കൈക്ക് കൂടുതൽ ശക്തിയും ബലമുള്ള ആൾക്കാരുണ്ടാകും. അവിടെ ഉണ്ട്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ ഇടത് കൈ കൊണ്ടും അറുക്കാം, വലത് കൈ കൊണ്ടും അറുക്കാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ അൻഹറദ്ദമ വദുകിറ സ്മുല്ലാഹി അലൈഹി ഫകുൽ, രക്തമൊഴുക്കി അറുക്കുകയും അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിക്കപ്പെടുകയും ബിസ്മി ചൊല്ലപ്പെടുകയും ചെയ്തത് നിങ്ങൾ എന്ത് ചെയ്യുക, ഭക്ഷിച്ചു കൊള്ളുക എന്നാണ് പറഞ്ഞത്. അവിടെ പ്രത്യേകം എന്ത് പറഞ്ഞിട്ടില്ല, ഉപാധി വെച്ചിട്ടില്ല. വലത് കൈ കൊണ്ട് തന്നെ അറുക്കണം എന്ന ഉപാധി വെച്ചിട്ടില്ല. എന്നാൽ വലത് കൈ കൊണ്ട് അറുക്കലാണ് ഏറ്റവും നല്ലത്. പറയാൻ ഒരു കാരണം എന്ന് വെച്ചാൽ അധികം ആളുകൾക്ക് എന്തായിരിക്കും, വലത് കൈനായിരിക്കും കൂടുതൽ ശക്തി ഉണ്ടാവുക. ഇടത് കൈനേക്കാളും കൂടുതൽ കരുത്ത് വലത് കൈക്കാകും ഉണ്ടാവുക. അപ്പോൾ അവിടെ അത് അറവ് മൃഗത്തിന് കൊടുക്കുന്ന ഒരു ആശ്വാസം കൂടിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ, എല്ലാ കാര്യത്തിലും അള്ളാഹു നന്മ നിർബന്ധമാക്കിയിട്ടുണ്ട്, എല്ലാ കാര്യത്തിലും. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, നിങ്ങൾ ഒരു മൃഗത്തെ കൊല്ലുകയാണെങ്കിൽ എന്ത് ചെയ്യുക, മാന്യമായിട്ട് കൊല്ലുക. അതിനാകണ്ട് ഇടങ്ങറാക്കി ഇഞ്ചാക്കിയിട്ട് എന്ത് ചെയ്യരുത്, കൊല്ലരുത്. കൊല്ലുകയാണെങ്കിൽ എന്ത് ചെയ്യുക, മാന്യമായിട്ട് കൊല്ലുക. വഇദാ ദബഹ്തും ഫഅഹ്സിനു ദിബ്ഹ, ഇനി നിങ്ങൾ അറവ് നടത്തുകയാണെങ്കിൽ ഏറ്റവും നല്ല നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആ അറവ് നിർവഹിക്കണം. വൽയുഹിദ്ദ അഹദുകും ശഫ്റതഹു വൽയുരിഹ് ദബിഹതഹു, നിങ്ങൾ അറുക്കുന്ന ആ കത്തി അതെന്ത് ചെയ്യണം, നല്ല മൂർച്ചയാക്കണം. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടാണ്
അറുക്കേണ്ടത്. പെട്ടെന്ന് എന്ത് ചെയ്യണം, തീരുമാനമാക്കണം. മൂർച്ചയില്ലാത്ത കത്തി വെച്ചിട്ട് അതിൻ്റെ കഴുത്തിൽ ഇങ്ങനെ, അത് പാടില്ല, ചെയ്യാൻ പാടില്ല. വൽ യുരിഹ് ദബീഹതഹു, ആ അറവ് മൃഗത്തിന് നിങ്ങൾ ആശ്വാസം നൽകണം, സമാധാനം കൊടുക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലത് കൈ കൊണ്ട് കരുത്തുള്ള ആളുകൾ എന്ത് ചെയ്യണം, വലത് കൈ കൊണ്ട് തന്നെയാണ് അറുക്കേണ്ടത്. ഇവിടെ മൃഗത്തിന് ആശ്വാസം കൊടുക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ ഒരു സ്ഥലത്ത് കുറേ മൃഗങ്ങൾ ഉണ്ടാകും. ഒരു മൃഗത്തിനെ മുമ്പിൽ ഇട്ടിട്ട് എന്ത് ചെയ്യരുത്, വേറൊരു മൃഗത്തെ അറുക്കരുത്. ഒരു 10 ആടിനെ അറുക്കാനുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള ആടുകളെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് മാറ്റി നിർത്തുക. ഒന്നിനെ അറുത്ത് ബാക്കിയുള്ള 9 എണ്ണത്തിന് മുമ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യരുത്, ഒരാടിനെ അറുക്കരുത്. അതൊക്കെ മൃഗത്തോട് കാണിക്കുന്ന കാരുണ്യമാണ്, അതിന് കൊടുക്കുന്ന ആശ്വാസമാണ്. ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ എന്തുണ്ടാകും, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ചില ആളുകൾക്ക് ഇടത് കൈയിനായിരിക്കും കൂടുതൽ ശക്തി ഉണ്ടാവുക. അപ്പൊ അവർക്ക് ഇടത് കൈ കൊണ്ട് അറുക്കലാണ് നല്ലത്. കാരണം അതാണ് അറവ് മൃഗത്തിന് കൂടുതൽ ആശ്വാസവും സമാധാനവും. അല്ലാഹു അലം. ഇനി നമ്മുടെ അടുത്തൊരു മസ്അല, അറുക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്, എന്ത് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കേണ്ടത് എന്നാണ്. എന്താ ചൊല്ലേണ്ടത്? ബിസ്മില്ലാ അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ അതാണ് പറഞ്ഞത്, ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ, അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ അറുക്കുന്നു, അല്ലാഹു അക്ബർ, അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ. ഞാൻ അയാൾ ബിസ്മില്ലാ എന്ന് മാത്രം ചൊല്ലി, അത് പറ്റുമോ? അല്ലാഹു അക്ബർ ചൊല്ലിയില്ല, ഇതിൽ പ്രശ്നമൊന്നുമില്ല. ബിസ്മില്ലാ എന്ന് ചൊല്ലിയിട്ട് അറുത്തത് തിന്നാനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫകുലൂ മിമ്മാ ദുക്കിറ സ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിച്ച് അറുക്കപ്പെട്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, ഭക്ഷിച്ചു കൊള്ളുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ അതെന്താണ്, അനുവദനീയമാണ്. ബിസ്മില്ലാ എന്ന് മാത്രം ചൊല്ലിയാലും ഉദ്ഹിയ്യത്ത് ശരിയാകാത്ത പ്രശ്നമൊന്നുമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറുക്കുന്ന സമയത്ത് ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് അറുത്തിരുന്നത്. ഇനി ഈ അറുക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ പതിവായിട്ട് കാണുന്ന ഒരു രീതിയാണ്, എന്ത് ചെയ്യും, എല്ലാവരും കൂട്ടായിട്ട് ഇങ്ങനെ തക്ബീർ ചൊല്ലും. ഈ അറവ് മൃഗത്തിന്റെ കഴുത്തിൽ ഇങ്ങനെ കത്തി വെച്ച് അറുക്കുമ്പോൾ കൂടെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറഞ്ഞ് കൂട്ടമായിട്ട് തക്ബീർ ചൊല്ലിയിട്ടാണ് അറുക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു രീതി എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വന്നിട്ടില്ല. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ മദീന യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്, വലിയ മുഹദ്ദിസാണ്, സൗദി അറേബ്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുതിർന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തോട് ഈ വിഷയം ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഷെയ്ഖ് നൽകുന്ന മറുപടി, അത് ശരിയല്ല, അങ്ങനത്തെ ഒരു രീതി എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പൊ അങ്ങനെ കൂട്ടമായിട്ട് തക്ബീർ ചൊല്ലാൻ പറഞ്ഞിട്ടില്ല. ആരാണ് അറുക്കുന്നത് ഓനെന്ത് ചെയ്യുക, തക്ബീർ ചൊല്ലാന്നുള്ളതാണ്. ആ ആ അതെ അതെ അതെ. എന്താ വെച്ചാൽ ബിദാത്തുകൾ ഇങ്ങനെ ഒരാൾ തുടങ്ങി വെച്ചാൽ മതി, ഒരു സ്ഥലത്ത് ഒരാൾ തുടങ്ങി വെച്ചാൽ പിന്നെ അടുത്തത് ഇവർ പോകുമ്പോൾ എന്ത് ചെയ്യും, ഞങ്ങൾ അന്ന് അവിടെ ആക്കീക്ക് ഇറക്കുമ്പോൾ ഇങ്ങനെ തക്ബീർ ചൊല്ലിയെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത വരയിൽ എന്തായി, അടുത്ത ആക്കീക്കൊക്കെ അവിടെ തക്ബീർ തുടങ്ങും. ബിദാത്ത് ഇങ്ങനെ പ്രചരിക്കുക. അപ്പൊ അതിന് അടിസ്ഥാനമില്ല. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അങ്ങനത്തെ ഒരു രീതി വന്നിട്ടില്ല. അറുക്കുന്ന ആൾ എന്ത് ചെയ്യുക, ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലിയിട്ട് അറുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇത് അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളാണ്. അപ്പൊ ആ ദിവസങ്ങൾ എന്താണ്, അയ്യാമു തശ്രീഖ് അയ്യാമു അഖ്ലിൻ വശുർബിൻ വദിക്രില്ലാഹി അസ്സ വജൽ, അത് തിന്നാനും കുടിക്കാനും അള്ളാഹുവിനെ ഓർക്കാനുള്ള ദിവസങ്ങളാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അത് തക്ബീർ ചൊല്ലേണ്ട ദിവസങ്ങൾ തന്നെയാണ്. അപ്പൊ ആ നിലക്കാണ് ഒരാൾ തക്ബീർ ചൊല്ലുന്നതെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ആ നിലക്കല്ല നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നത്, തക്ബീർ ചൊല്ലുന്നത്. അത് അറക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു തക്ബീർ എന്നുള്ള നിലക്ക് തന്നെയാണ് കാണുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു രീതി വന്നിട്ടില്ല. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം. ഇനി അടുത്തൊരു മസ്അല ഉദ്ഹിയ്യത്തിന്റെ വിതരണമാണ്. ഉദ്ഹിയ്യത്ത് മാംസം വിതരണം ചെയ്യുന്നത് അത് 3 നിലക്ക് ചെയ്യലാണ് ഏറ്റവും നല്ലത്. 3 തരത്തിൽ ആ ഉദ്ഹിയ്യത്തിന്റെ മാംസത്തെ ഡിവൈഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്ന്, നമ്മൾ അതിൽ നിന്ന് ഭക്ഷിക്കുക, കുറച്ച് ഭാഗം നമ്മൾ ഭക്ഷിക്കുക, കുറച്ച് ഭാഗം സ്വതക്കയായിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക, കുറച്ച് ഭാഗം ഹദിയായിട്ട് നമ്മുടെ അടുത്ത ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു രീതി.
അതിൽ എത്രയാണ് അതിൻ്റെ കണക്കെന്നുള്ളത് പ്രത്യേകിച്ച് വന്നിട്ടൊന്നുമില്ല. എന്നാൽ സ്വഹാബിമാരിൽ നിന്നൊക്കെ വന്നൊരു രീതി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരൊക്കെ ഇങ്ങനെ 3-1 എന്നാൽ 3-1 അവർക്കെടുക്കും, 3-1 ഹദിയ ചെയ്യും, 3-1 സ്വതക്കയായിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുമെന്നതാണ്. അത് മൊത്തം എന്ത് ചെയ്യുക, നമ്മൾ ഒറ്റക്ക് തന്നെ തിന്നുക എന്നുള്ളത് എന്തല്ല, ശരിയായൊരു രീതിയല്ല. കാരണം അള്ളാഹു പ്രത്യേകം പറഞ്ഞു ഫകുലൂ മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക, വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, അതുപോലെ തന്നെ പാവപ്പെട്ട ദരിദ്രരായ ചോദിച്ചു വരുന്ന ആവശ്യക്കാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൊടുക്കുകയും ചെയ്യുക, അവരെയും ഭക്ഷിപ്പിക്കുകയും ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വീട്ടിൽ ഉദഹിയത്ത് അറുത്തിട്ട് നമ്മൾ മാത്രം തിന്നുക എന്നുള്ളത് ശരിയായൊരു രീതിയല്ല. ഈ നിലക്ക് 3 ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്തൊരു മസ്അല, ഈ ഉദഹിയത്തിൻ്റെ മാംസം അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു നാട്ടിലോ ഒരു രാജ്യത്തോ അല്ലല്ലോ. നമ്മൾ ചുറ്റും നമ്മൾ തൊട്ടപ്പുറത്ത് ചിലപ്പോൾ ജാനകി ചേച്ചി ആയിരിക്കും, അമുസ്ലിമായ ഒരാളായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഉദഹിയത്തിൻ്റെ മാംസം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം. അപ്പോൾ നമ്മൾ പറഞ്ഞ മസ്അല, മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഉദഹിയത്തിൻ്റെ മാംസം കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. എന്താണ്, കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഉണ്ടെന്ന് അഭിപ്രായമുള്ളവർ ആർക്കും അഭിപ്രായമില്ലേ? എല്ലാവരും ഇല്ലയെന്ന അഭിപ്രായക്കാരാ? ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാം. അപ്പോൾ ഉദഹിയത്തിൻ്റെ മാംസം എന്ത് ചെയ്യാം, അമുസ്ലിങ്ങളായ ആളുകൾക്ക് കൊടുക്കാം, അതിൽ തെറ്റില്ല. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയാണ് വയജൂസു അൻ യുത്ഇമ മിൻഹാ കാഫിറൻ, ഒരു കാഫിറായ മനുഷ്യന് എന്ത് ചെയ്യാം, ഉദഹിയത്തിൻ്റെ മാംസത്തിൽ നിന്ന് കൊടുക്കാം. ലിഅന്നഹു സദഖത്തു തതവ്വുഇൻ, കാരണം അത് സുന്നത്തായൊരു സ്വതക്കയാണ്, നിർബന്ധമായൊരു സ്വതക്കയല്ല. അപ്പോൾ നിർബന്ധമായ സക്കാത്ത് എന്ത് ചെയ്യാൻ പറ്റൂല, അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല, അത് മുസ്ലിങ്ങൾക്ക് തന്നെ കൊടുക്കണം. നമ്മളെ സക്കാത്തിൻ്റെ ഒരു ഓഹരി എന്ത് ചെയ്യാൻ പറ്റൂല, അപ്പുറത്ത് താമസിക്കുന്ന അമുസ്ലിമായ ഒരു മനുഷ്യന് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറ്റൂല. കാരണം അത് നബി പ്രത്യേകം പറഞ്ഞു തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം, അത് നിങ്ങളുടെ കൂട്ടത്തിലെ ധനികരിൽ നിന്ന് സ്വീകരിക്കുകയും നിങ്ങളുടെ കൂട്ടത്തിലെ പാവപ്പെട്ടവർക്ക് അതിൻ്റെ അവകാശികൾക്ക് വിതരണം ചെയ്യുകയുമാണ് വേണ്ടത്. അത് നിർബന്ധമായ സക്കാത്താണ്. എന്നാൽ ഇത് സുന്നത്തായ സ്വതക്ക ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ബാക്കിയുള്ള സ്വതക്കളൊക്കെ കൊടുക്കുന്ന പോലെ ഇതും കാഫിറായൊരു മനുഷ്യന് കൊടുക്കുന്നതിൽ തെറ്റില്ല. ലജ്നത്തു ദായിമ ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഈ സംഭവം പറയുന്നുണ്ട്, ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞല്ലോ, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും നിങ്ങളുടെ ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് ശത്രുത കാണിക്കുകയും ചെയ്യാതിരിക്കുന്ന ആളുകളോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറുന്നത് എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹു വിലക്കിയിട്ടില്ല. അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അപ്പം നിങ്ങളോട് ഇങ്ങോട്ട് ശത്രുത കാണിക്കുന്നില്ല, നിങ്ങളെ നാട്ടിൽ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ പുറത്താക്കുന്നില്ല, നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്നില്ല, അങ്ങനത്തെ ആളുകൾക്ക് അങ്ങോട്ട് നന്മ ചെയ്യുന്നത്, അവരോട് നല്ല നിലക്ക് നീതിയോടുകൂടി വർത്തിക്കുന്നത് എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹു വിലക്കിയിട്ടില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു നീതി കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഫത്വ ബോർഡായ ലജ്നത്ത് ദായിമ ഇങ്ങനെ നമുക്ക് ഉപദ്രവം ചെയ്യാത്ത, നമ്മളോട് ശത്രുത കാണിക്കാത്ത അമുസ്ലിങ്ങൾക്കും ഉദഹിയത്തിൻ്റെ മാംസം കൊടുക്കാം, സ്വതക്ക എന്ന നിലക്ക് പറ്റും എന്നുള്ളത് പറയുന്നത്. അല്ലാഹു അലം. ഇനി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെറുതെ ഔദാര്യം കാണിച്ചിട്ട് കൊണ്ടേ കൊടുത്തിട്ട് ഓരത് കഴിക്കൂല എങ്കിൽ വെറുതെ കൊടുക്കരുത്. ഇപ്പോൾ ഞാനൊരു തവണ ആക്കീക്ക് അറുത്തിട്ട് ഒരു മാംസത്തിന് പൊതിയിട്ട് എന്ത് ചെയ്തു, ഒരു അമുസ്ലിമായ ഒരാളുടെ അടുത്ത് പോയി. അപ്പോൾ ഓരെന്ത് ചെയ്യില്ല, ബീഫ് കഴിക്കൂല. അപ്പോൾ ഒരു മനസ്സോടു കൂടിയാണത് വാങ്ങിക്കുന്നത്. ഈ കൊടുന്നതാണല്ലോ, കൊടുന്ന സാധനം മടക്കി അയക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് കഴിക്കൂല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്താൽ മതി, കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി എന്നുള്ളതാണ്. അല്ലാഹു അലം. പിന്നെ ഈ ഉദ്ഹിയത്തിൻ്റെ മാംസം 3 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ? പെരുന്നാളുണ്ട് കഴിഞ്ഞാൽ പിന്നെ 1 മാസം പെരയിൽ ബീഫ് വരട്ടിയത്, ബീഫ് കറി, ബീഫ് ഉണക്കി പൊരിച്ചത്, അല്ലേ, പലജാതി വിഭവങ്ങളാണ്. അപ്പോൾ എത്ര ദിവസം പറ്റും ഇത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലത്ത് എന്ത് ചെയ്തിരുന്നു, 3 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിച്ചു വെക്കുന്നത് വിലക്കിയിരുന്നു. അന്ന് അങ്ങനെ വിലക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. കാരണം അന്ന് ജനങ്ങൾ പട്ടിണിയിലാണ്, എല്ലാവർക്കും ഇതില്ല. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ അവർക്കുള്ളത് എടുത്തു വെച്ചാൽ ബാക്കിയുള്ളവർക്ക് അത് കിട്ടൂല.
അപ്പൊ അന്ന് നബി പറഞ്ഞു എന്ത്, 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കരുത്. എന്നാൽ പിന്നീട് ആ നിയമം മാറി. പിന്നീട് ആ വിലക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്നി കുൻതു ഹറംതു ലുഹൂമൽ അദാഹി ഫൗക 3 അയ്യാം. 3 ദിവസത്തിൽ കൂടുതൽ ഉദ്ഹിയത്തിന്റെ മാംസം സൂക്ഷിക്കുന്നത് ഞാൻ വിലക്കിയിരുന്നു. ഫകുലു, എന്നാൽ ഇനി നിങ്ങളത് തിന്നുകൊള്ളുക. വതസവ്വദു വദ്ദഖിറു മാ ശിഅ്തും. ഇനി നിങ്ങൾ വേണ്ടത്ര എന്ത് ചെയ്യുക, സൂക്ഷിച്ചു വെക്കുക. കാരണം അവസ്ഥ മാറി, സാഹചര്യം മാറി, ആവശ്യക്കാർ എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസ്ഥ എത്തിയപ്പോൾ നബി എന്ത് ചെയ്തു, ആ വിലക്ക് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ അവരെ പ്രത്യേകം പരിഗണിക്കണം. നമ്മളെ വീട്ടിൽ 1 മാസം നിന്നാണുള്ളത്, അപ്പുറത്തുള്ളവൻ്റെ 2 ദിവസം കൊണ്ട് തന്നെ തീർന്നിട്ടുണ്ടെങ്കിൽ അവനും കൂടി എന്ത് ചെയ്യണം, നമ്മൾ പരിഗണിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഉദ്ഹിയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്ന ഒരു രീതിയാണ്, നമ്മുടെ നാട്ടിൽ അറക്കാതെ എന്ത് ചെയ്യും, വേറെ നാടുകളിലേക്ക് പൈസ അയച്ചു കൊടുക്കും. ഇപ്പോൾ യു പിയിലേക്കും ബീഹാറിലേക്കൊക്കെ പൈസ അയച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ അറവ് നടത്തും. അവിടെയാണ് കൂടുതൽ ആവശ്യക്കാരെന്ന് പറഞ്ഞിട്ട്. ആ രീതി ശരിയാണോ അല്ലേ എന്നതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറയാണ്, ഒരാൾ അയാളുടെ നാട്ടിൽ തന്നെ അയാളുടെ മേൽനോട്ടത്തിൽ അറക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും അഫ്ളൽ അതാണ്. മൂപ്പര് അറുത്ത് ആ അറവ് മൃഗത്തൊക്കെ നോക്കി, പിന്നെ ആ അറവ് മൃഗത്തിൻ്റെ മാംസത്തിൽ നിന്ന് കുറച്ചൊക്കെ അയാൾ ഭക്ഷിച്ച് അങ്ങനെ ചെയ്യലാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഇതിനേക്കാളും ആവശ്യക്കാരായ ആളുകൾ പുറത്ത് വേറെ നാടുകളിലുണ്ട്. അവിടെ വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ആൾക്കാരുണ്ട്. നമ്മൾ ക്യാഷ് കൊടുത്താൽ ഒരു നല്ല നിലക്ക് എന്ത് ചെയ്യും, ആ അറവ് നടത്തുമെങ്കിൽ അങ്ങനെ ഏൽപ്പിക്കുന്നതിൽ എന്തില്ല, തെറ്റില്ല. അപ്പോൾ നമ്മളെക്കാളും കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ ആ വിശ്വസ്തയോടുകൂടി ചെയ്യുന്ന ആൾക്കാരും അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് അതിൽ പൈസ കൊടുത്താൽ ഈ അറവ് നടത്തേണ്ട ദിവസം അവർ അറക്കും. പറ്റിയ മൃഗത്തെയും ഇതൊക്കെ നോക്കിയിട്ട് അറക്കും എന്ന ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലക്ക് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഉദ്ഹിയത്തിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, ഈ ഉദ്ഹിയത്ത് മൃഗത്തിന്റെ തോൽ എന്ത് ചെയ്യാൻ പറ്റൂല, വിൽക്കാൻ പറ്റൂല. ആർക്ക്, ഈ ഉദ്ഹിയത്ത് അറുത്ത ആൾക്ക് വിൽക്കാൻ പറ്റൂല. ഈ മൃഗം ആരുടേതാണോ അവരെന്നെന്ത് ചെയ്യുക, ആ തോല് വിൽക്കുക. അത് ശരിയല്ല. കാരണം ഈ ഉദ്ഹിയത്ത് മൃഗത്തിന്റെ ഓരോന്നും ആർക്കുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണ്. അതിൻ്റെ മാംസവും നെയ്യും മജ്ജയും അതിൻ്റെ എല്ലും അതുപോലെ തന്നെ ലിവറും പതിരും ഒക്കെ ആർക്കുള്ളതാണ്, അള്ളാഹുനുള്ളതാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒന്നെടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, വിൽക്കാൻ പറ്റൂല. അപ്പൊ ഈ തോല് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് സ്വതക്ക കൊടുക്കുക അല്ലെങ്കിൽ ഹദിയായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഈ അറവുകാർക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അത് അവർക്കുള്ള കൂലിയല്ല, അവരുടെ അറവിനുള്ള കൂലിയല്ല, അത് അവരുടെ പണിക്കൂലിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ തോല് കൊടുക്കാൻ പറ്റൂല. ഈ തോല് കൊടുക്കുക എന്നിട്ട് അവരുടെ പണിക്കൂലിയിൽ നിന്ന് അതിനുള്ള തുക കുറക്കുക എന്നുള്ള ഏർപ്പാട് പറ്റൂല. അവർക്കുള്ള കൂലി എന്ത് ചെയ്യണം, വേറെ തന്നെ കൊടുക്കണം. അതിന് പുറമെ ഇതെന്ത് ചെയ്യുക, അവർക്കുള്ള സ്വതക്കയായിട്ട് കൊടുത്തു. അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരെന്ത് ചെയ്തു, അങ്ങനെ തോലെടുക്കുന്ന ആൾക്കാരുണ്ട്, അവരെടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും, അവർ കൊണ്ടുപോയിട്ട് വിൽക്കും. അത് അവർക്ക് വിൽക്കാം. ഈ ഉദ്ഹിയത്തിന്റെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് വിൽക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അവരത് സ്വതക്കയായിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഫക്കീറായൊരു മനുഷ്യൻ ഇത് വാങ്ങിയിട്ട് എന്ത് ചെയ്തു, ഓന് കൊണ്ടുപോയി വിറ്റിട്ട് അതിൻ്റെ പൈസ എടുത്താൽ പ്രശ്നമില്ല എന്ന് ഇമാം ഷംഖീത്തി റഹിമഹുല്ലാഹു തആലയൊക്കെ പറയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ തോല് ഒന്നിരിക്കൽ ഈ അറുത്ത ആളിനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും സ്വതക്കയായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഹദിയായിട്ട് കൊടുക്കുക. അത് വിറ്റിട്ട് അതിൻ്റെ പൈസ ആർക്ക് എടുക്കാൻ പറ്റൂല, ഈ അറുത്ത ആൾക്ക് എടുക്കാൻ പറ്റൂല എന്നുള്ള. എടുക്കാം, അതെടുക്കാം. അത് വിറ്റിട്ട് എന്ത് ചെയ്യുക, അവർ നമുക്ക് ക്യാഷ് എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വതക്ക എന്നുള്ളതൊക്കെ കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതാണ് സൂചിപ്പിച്ചത്. മതി, ഒരാൾ അർത്ഥമായി, എല്ലാവരും കൂടി അറക്കാൻ എന്താ തല്ലുണ്ടാക്കണ്ട. അല്ലെങ്കിൽ ഒരാൾ ഒരു കത്തി കുറച്ച് പിടിച്ച് മറ്റാൾ ഒരു തലക്ക് പിടിച്ച് അങ്ങനെ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരാൾ എന്ത് ചെയ്താൽ മതി, അറുത്താൽ മതി. അല്ലാഹു അലം. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളാണ്. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ഇബാദത്തുകളുടെ വിഷയത്തിൽ നമുക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാട്, ദീൻ പഠിപ്പിച്ച് നൽകുന്ന ഒരു ഇബാദത്ത് ചെയ്യണമെന്നൊരു വാശി നമുക്ക് വേണം. ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ സൂചിപ്പിച്ച ഹദീസിൽ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആ പെൺകുട്ടിയെ കല്ലുകൊണ്ട് ആടിനെ അറുത്തപ്പോൾ എന്താ ചെയ്തത്, അതിന് നേരെ പോയിട്ട് കഴിക്കല്ല ചെയ്തത്. അത് തിന്നാൻ പറ്റുമോ ഇല്ലേന്ന് നമുക്ക് നബിയോട് ചോദിക്കാം, എന്നിട്ട് നബി പറയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ വിഷയത്തിനും കൃത്യമായൊരു അറിവ്
നമുക്കുണ്ടാകണം. അറിയാത്ത കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ സദസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മളിങ്ങനെ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ ഫിലസ്തീനിലും റഫയിലും ഗസയിലും ഒക്കെ ഉള്ള നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ മറക്കാതിരിക്കുക, ആത്മാർത്ഥമായിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു ആ ജനതക്ക് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും വിജയവും നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.